Good morning, all of you, and welcome back to another GK class. Okay, അപ്പോൾ എല്ലാവരും പഠിക്കുന്നൊക്കെ ഉണ്ടോ GK? അതോ ഉഴപ്പാണോ? ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? യെസ്, ആനിമൽസ് ആയിരുന്നു ഇല്ലേ? ആനിമൽസ് മീൻസ് മൃഗങ്ങൾ ഇല്ലേ? ഏത് ടൈപ്പ് ഓഫ് ആനിമൽസിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത്? ഏതായിരുന്നു? ഡൊമസ്റ്റിക് ആനിമൽസ് ഇല്ലേ? ഡൊമസ്റ്റിക് ആനിമൽസ് മീൻസ് എന്താണ്? വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ ഇല്ലേ? വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ പേരുകളൊക്കെ പഠിച്ചു, അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇല്ലേ? അപ്പം ഞാൻ ആദ്യത്തെ ക്ലാസ്സിലേ പറഞ്ഞു ആനിമൽസ് ദർ ആർ ടു ടൈപ്സ്. ഒന്ന് ഡൊമസ്റ്റിക് ആനിമൽസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് വൈൽഡ് ആനിമൽസ്. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഡൊമസ്റ്റിക് ആനിമൽസ്. അല്ല, എന്താണ്, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പോൾ ഇന്നെന്തായിരിക്കും പഠിക്കുന്നത്? യെസ്, വൈൽഡ് ആനിമൽസ്. ഓക്കെ, അപ്പം വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ കാട്ടിൽ വളരുന്ന മൃഗങ്ങൾ. കാട്ടിൽ ആരെയും വളർത്തുവാണോ? അല്ല, അത് വളരുകയാണ്, കാട്ടിൽ വളരുന്നില്ലേ? പക്ഷെ വീട്ടിൽ നമ്മൾ വളർത്തുകയാണ് ഇല്ലേ? വളർത്തുന്നുണ്ട് വീട്ടിൽ. ഓക്കെ, അപ്പം കാട്ടിൽ വളരുന്ന മൃഗങ്ങളെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. അപ്പം നിങ്ങളുടെ ആക്ടിവിറ്റി വന്നിട്ട് ഇത്രയേ ഉള്ളൂ. ലുക്ക് ആൻഡ് സേ ടിക്ക് ദ ആനിമൽസ് യു ഹാവ് സീൻ ഇൻ എ സൂ ഇല്ലേ? അപ്പോൾ ഈ വൈൽഡ് ആനിമൽസ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നിൽ ടി വിയിൽ കാണാം, അല്ല എങ്കിൽ സൂയിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. സൂ മീൻസ് എന്താണ്? മൃഗശാലകളില്ലേ? അപ്പോൾ നമുക്ക് കേരളത്തിൽ ട്രിവാൻഡ്രത്തുണ്ട് മൃഗശാല. അപ്പോൾ അവിടെ പോയാൽ ഇതിൽ പഠിക്കുന്ന മൃഗങ്ങളെ ഏകദേശം എല്ലാത്തിനെയും കാണാനായിട്ട് സാധിക്കും. ഇതിനെ വീട്ടിൽ വളർത്താത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സൂയിലുകൾ പോയാലേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. മറ്റേ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നോ? അല്ല ഇല്ലേ? ആനിമൽസ് യു ഹാവ് സീൻ ഇല്ലേ? അപ്പം നിങ്ങളിത് വീട്ടിൽ വളർത്തുന്ന മൃഗമാണ് ഓൾറെഡി വീടുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? അപ്പം കാട്ടിൽ വളരുന്ന മൃഗങ്ങളെ ആരെങ്കിലും വീട്ടിൽ വളർത്താറുണ്ടോ? ഇല്ല. അപ്പം അത് സൂയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അതിനാണ് ഇങ്ങനെ പറയുന്നത് ആക്ടിവിറ്റി. അപ്പോൾ ആക്ടിവിറ്റി ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാരണം എന്താണ്? നിങ്ങൾക്ക് അറിയില്ല ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതാണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പൺ യുവർ GK ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 147 എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന എല്ലാ മൃഗങ്ങളും എന്താണ്? വൈൽഡ് ആനിമൽസ് ആണ്. ഓക്കെ, അപ്പം താഴെ 2 സെക്ഷൻ കൂടെ ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നില്ല. എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെയിമുകൾ ഓർത്തിരിക്കാനായിട്ട് പ്രയാസമായിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ കൊടുത്തിരിക്കുന്ന മൃഗങ്ങളുടെ പേരുകൾ മാത്രമാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ആർക്കെങ്കിലും ക്ലാസ്സിൽ കൺഫ്യൂഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കേണ്ടതാണ് കേട്ടോ. സിമ്പിളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, ഫസ്റ്റ് ആനിമൽ നമ്പർ 1 ടീച്ചർ റെഡ് ഇങ്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാ ആനിമൽസിൻ്റെയും മുകളിലായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ഇനി നോക്കിയാൽ മതി നിങ്ങൾ. നമ്പർ 1 എലിഫൻറ്റ്. എന്താണ്? എലിഫൻറ്റ്. എലിഫൻറ്റ് മീൻസ് എന്താണ്? ആന ഇല്ലേ? ഈ ആനയെ നമ്മൾ വൈൽഡ് ആനിമൽസ് എന്ന് പറയും. എന്നിരുന്നാലും വീടുകളിൽ വളർത്തുന്നവരുണ്ട്. എന്നാലും നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളവർ കുറേ പേരും കാണും, ഉത്സവങ്ങളിലും ഒക്കെ ഇല്ലേ? അപ്പോൾ ഇത് നോർമലി കാടുകളിലാണ് കാണപ്പെടുന്നത്. അതായത് വൈൽഡ് ആനിമൽസ് എന്ന ഒരു കാറ്റഗറിയിലാണ് ഇത് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ആനിമൽ എന്താണ്? എലിഫൻറ്റ്. പറഞ്ഞേ, എലിഫൻറ്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് ആനിമൽ. അപ്പം ടീച്ചർ അതിൻ്റെ പിക്കിൻ്റെ നേരെ സെക്കൻഡ് 2 എന്ന് എഴുതിയിട്ടുണ്ട് ഇല്ലേ? സെക്കൻഡ് ആനിമൽ ഈസ് ടൈഗർ. എന്താണ്? ടൈഗർ. ടൈഗർ മീൻസ് എന്താണ്? ടൈഗറിൻ്റെ മലയാളം കടുവ. എന്താണ്? കടുവ. അപ്പം ടൈഗർ എന്താണ്? സെക്കൻഡ് ആനിമൽ നെയിം ഈസ് ടൈഗർ. ഓക്കെ, ദെൻ തേർഡ് ആനിമൽ ഡിയർ. എന്താണ്? ഡിയർ. എന്താണ്? ഡിയർ. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ ഈസ് എന്താണ്? നിങ്ങൾ എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഇത്രേനെ നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ആനിമലിനെ നിങ്ങൾ കണ്ട് പരിചയമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നെയിം അറിയാൻ പറ്റുമോ? എന്താണ് അതിൻ്റെ പേര്? റൈനോ. എന്താണ്? റൈനോ. റൈനോ മീൻസ് എന്താണ്? കാണ്ടാമൃഗം. കാണ്ടാമൃഗം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇത് നിങ്ങൾ സൂവിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അപ്പം ഇനി സൂവിലൊക്കെ പോകുമ്പം ഈ ഒരു പിക്ചറൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. ഇപ്പം ഇതിൻ്റെ അകത്തിൽ കറക്റ്റായിട്ട് പഠിച്ചാൽ അവിടെ ചെന്ന് മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റൈനോ ആണ്, ഇത് കാണ്ടാമൃഗമാണെന്ന് പഠിച്ചതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ലേ? അപ്പോൾ ഫോർത്ത് ആനിമൽ നെയിം ഈസ് റൈനോ. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ലയൺ. എന്താണ്? ലയൺ. സിംഹം. എന്താണ്? സിംഹം. ലയൺ. ഓക്കെ, ആൻഡ് സിക്സ്ത് വൺ ഈസ്
ജിറാഫ്. എന്താണ്? ജിറാഫ്. അപ്പം ഇത്ര ആനിമൽസിൻ്റെ നെയിമുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ്? എലിഫൻറ്റ്, പറഞ്ഞേ എലിഫൻറ്റ്. സെക്കൻഡ് വൺ ഈസ് ടൈഗർ, പറഞ്ഞേ ടൈഗർ. തേർഡ് വൺ ഈസ് ഡിയർ, എന്താണ്? ഡിയർ. ആൻഡ് ഫോർത്ത് വൺ ഈസ് റൈനോ, എന്താണ്? റൈനോ. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ലയൺ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ജിറാഫ്, അതായത് സിക്സ്ത് വൺ ഈസ് ജിറാഫ്. അപ്പം ഇത്രയും വൈൽഡ് ആനിമൽസിൻ്റെ നെയിമുകളാണ് ഇന്ന് പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ അടുത്തതും പഠിച്ചിട്ട് ഈ എന്താണ് ആക്ടിവിറ്റി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പം ഇന്നത്തെ ക്ലാസ് വളരെ ചെറുതാണ്, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് മാത്രമായിട്ട് ഉള്ളതാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നില്ല, കാരണം നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്. നിങ്ങൾക്ക് ആനിമൽസിൻ്റെ നെയിമുകൾ അത് ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്, അല്ലെങ്കിൽ അത് 2 തരത്തിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കാറ്റഗറി ചെയ്ത് പറയുന്നതേ ഉള്ളൂ. അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങളിതിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ.